ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇന്ത്യൻ ക്ലൈമറ്റിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ്. LGS വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് എക്സാം, കമ്പനി ബോർഡ് എക്സാമുകൾക്ക്, അങ്ങനെ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. എല്ലാ ക്ലാസ്സിനും പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് കൊണ്ടുപോകുന്നതും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യം നമ്മൾ കുറേ പേരുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഫസ്റ്റ് അതെടുത്തത്. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ആ പേരുകൾ വീണ്ടും വരുന്നതായിരിക്കും, അപ്പോൾ അതാദ്യം പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ എന്ന് പറയുന്നത് എങ്ങനത്തെ കാലാവസ്ഥയാണ്? മൺസൂൺ കാലാവസ്ഥ എന്നാണെന്നല്ലേ പറയുക. ഇന്ത്യൻ കാലാവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൺസൂൺ കാലാവസ്ഥ. രണ്ട് മൺസൂൺ ഉണ്ട്, ഇന്നത്തെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും. അങ്ങനെ രണ്ട് തരം കാലാവസ്ഥയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ മൺസൂണിന് ഈ പേര് വന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന ഇംഗ്ലീഷ് പദം പരിണമിച്ചത്. മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം പരിണമിച്ചത്. പണ്ട് കാലത്ത് ഇന്ത്യയിൽ കച്ചവടത്തിനായിട്ട് അറബ് വ്യാപാരികളൊക്കെ എത്തിക്കൊണ്ടിരുന്നു അല്ലേ. അവരെല്ലാം വന്നിരുന്നത് ഏതിലൂടെയാണ്? അറബിക്കടലിലൂടെയാണ്. അപ്പോൾ അവരെന്ത് ഈ അറബിക്കടലിലൂടെ കാലഘട്ടത്തിനനുസരിച്ച് വീശുന്ന കാറ്റുകളെ കപ്പൽ നീക്കത്തിനായി അവർ ഉപയോഗപ്പെടുത്തുകയുണ്ടായി. ആ കാറ്റിനെ അവർ കാലം അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന പേര് വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് ഈ മൗസിം എന്ന പേര് വന്നത് മനസ്സിലായല്ലോ. അവർ കച്ചവടത്തിന് വരുന്ന അറബിക്കടലിൽ വീശുന്ന കാറ്റുകളാണ്. ആ കാറ്റ് തന്നെയാണ് അവർ അവരുടെ കപ്പൽ നീക്കുന്നതിനാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ കാറ്റിനെ എന്തെന്ന് വിളിച്ചു? കാലം അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന പേര് വരുന്ന മൗസിം എന്ന് വിളിച്ചു. ആ മൗസിം പിന്നീട് എന്തായി? അറബി പദത്തിൽ നിന്ന് മാറി ഇംഗ്ലീഷ് പദമായ മൺസൂണിലെത്തി. AD 45 ഗ്രീക്ക് തത്വചിന്തകനായ ഹിപ്പാലസ് ആണ് ആഫ്രിക്കൻ വൻകരയ്ക്കും ഇന്ത്യക്കുമിടയിൽ കാലാനുസൃതമായി വീശുന്ന മൺസൂൺ കാറ്റിൻ്റെ ഗതിയെ ആദ്യമായി നിരീക്ഷിച്ചതും തിരിച്ചറിഞ്ഞതും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ പേരാണ് ഹിപ്പാലസ് എന്നത്. എവിടെ തമ്മിലുള്ളതാണ്? ആഫ്രിക്കൻ വൻകരയ്ക്കും ഇന്ത്യക്കിടയിലും കാറ്റിൻ്റെ ഗതിയെ നിരീക്ഷിച്ചു. കാലാനുസൃതമായി വീശുന്ന മൺസൂൺ കാറ്റിൻ്റെ ഗതിയെ നിരീക്ഷിച്ചതും തിരിച്ചറിഞ്ഞതും ഹിപ്പാലസ് ആണ്. ഈ കാറ്റ് നമ്മുടെ ഇന്ത്യയിൽ വളരെ വൈവിധ്യമാർന്ന കാലാവസ്ഥാ വൈവിധ്യങ്ങളും കൂടി തീർക്കുന്നുണ്ട്. പ്രാദേശികമായി കാലാവസ്ഥാ വൈവിധ്യം ഉണ്ടെങ്കിൽ കൂടി ഇന്ത്യൻ കാലാവസ്ഥയെ നമ്മൾ മൺസൂൺ കാലാവസ്ഥ എന്നാണ് വിളിക്കുന്നത്. ഉത്തരായന രേഖ ഇന്ത്യയിലെ ഉഷ്ണമേഖല എന്നും മിതോഷ്ണ മേഖല എന്നും ഉത്തരായന രേഖ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടായി തരംതിരിക്കുന്നുണ്ട്. എങ്കിലും ഇന്ത്യ മൊത്തത്തിൽ ഒരു ഉഷ്ണമേഖലാ രാജ്യമായി നിലനിർത്തുന്നതിൽ ഹിമാലയം പർവ്വതനിരയും ഉപദ്വീപിനെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രവും പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് മേഖലയായി തരംതിരിക്കുന്നെങ്കിൽ കൂടി ഒരു ഉഷ്ണമേഖലാ രാജ്യമായി നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്നത് ആരൊക്കെയാണ്? ഹിമാലയൻ പർവ്വതനിരയും ഉപദ്വീപിനെ ചുറ്റി നിൽക്കുന്ന സമുദ്രവുമാണ് അതിനെ സഹായിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഓരോ പ്രദേശത്തും കാലാവസ്ഥയ്ക്കുണ്ടാവുന്ന വ്യത്യാസങ്ങൾക്ക് കാരണമാവുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ പല പ്രദേശത്തും പല ക്ലൈമറ്റാണ് അല്ലേ. നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റ് അല്ല എവിടെയുള്ളത്? ജമ്മു കാശ്മീരിലുള്ളത്, ഗുജറാത്തിലുള്ളതല്ല, അരുണാചൽ പ്രദേശിലുള്ള, അങ്ങനെ പല പല ക്ലൈമറ്റുകൾ വ്യത്യാസമുണ്ട്. അതിനുള്ള പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഘടകമാണ് അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. 2 ഹിമാലയൻ പർവ്വതനിര. 3 സമുദ്ര സാമീപ്യം. വടക്ക് ഭാഗത്ത് എന്തില്ല? സമുദ്ര സാമീപ്യമില്ല. അതുപോലെ തെക്ക് ഭാഗത്ത് ഹിമാലയത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ ഇന്ത്യയിലില്ല. അപ്പോൾ അതൊക്കെ എന്താണ്? ആ ഭാഗങ്ങൾക്കനുസരിച്ച് ക്ലൈമറ്റ് മാറാനുള്ള ഘടകങ്ങളാണ്. അതുപോരാതെ കാറ്റുകൾ, സമുദ്രത്തിൽ നിന്നുള്ള അകലം, ഭൂപ്രകൃതി, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയെല്ലാം ഇന്ത്യയിലെ ഓരോ പ്രദേശത്തും കാലാവസ്ഥ വെവ്വേറെയാകാനുള്ള പ്രധാന ഘടകങ്ങളിൽ പെടുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഉത്തരായന രേഖ ഇന്ത്യയെ ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല എന്നീ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. എങ്കിലും ഇന്ത്യ മൊത്തമായിട്ട് ഒരു ഉഷ്ണമേഖല രാജ്യമായി നിലനിർത്തുന്നതിൽ ഹിമാലയൻ പർവ്വതനിരകളും അതുപോലെ ഉപദ്വീപിനെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. പ്രാദേശികമായി ഒരുപാട് വൈവിധ്യങ്ങളുണ്ടെങ്കിൽ കൂടി ഇന്ത്യ അറിയപ്പെടുന്നത് എന്താണ്?
ഇന്ത്യയിലെ കാലാവസ്ഥ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? മൺസൂൺ കാലാവസ്ഥ എന്നാണ്. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ഋതുക്കളെ കുറിച്ച് നോക്കാം. അന്തരീക്ഷ താപനിലയുടെ, അതായത് ഊഷ്മാവിൻ്റെ, അതുപോലെ മഴയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഋതുക്കളെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ഋതുക്കൾ എന്ന് പറയുന്ന 4ആയി തരംതിരിച്ചിരിക്കുന്നുണ്ട്. അവ ഏവയാണെന്ന് നോക്കാം. ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ എന്നീ 4 എണ്ണമാണ് അവ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? താപനിലയുടെ അടിസ്ഥാനത്തിൽ. ശൈത്യകാലം ആരംഭിക്കുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് എന്താരംഭിക്കുന്നത്? ശൈത്യകാലം ആരംഭിക്കുന്നത്. ഈ സമയങ്ങളിൽ ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ കടുപ്പമായ തണുപ്പും അനുഭവപ്പെടുന്നു. എവിടെയാണ്? ഉത്തരേന്ത്യയിൽ, അതായത് വടക്കേ ഇന്ത്യത്തെ കാര്യമാണ് പറയുന്നത്. ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ കഠിനമായ തണുപ്പും അനുഭവപ്പെടുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് എന്തുണ്ട്? സമുദ്ര സാമീപ്യമുണ്ട് അല്ലേ? നമ്മൾ ഈ സമുദ്ര സാമീപ്യം എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലും കാലാവസ്ഥ വ്യത്യാസപ്പെടാനുള്ള ഒരു ഘടകമാണെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ സമുദ്ര സാമീപ്യം ഇല്ലാത്ത ഇന്ത്യയിലെ പ്രദേശങ്ങളായ സിംല, ഡാർജിലിംഗ്, മണാലി, മസൂറി എന്നീ സ്ഥലങ്ങളിലൊക്കെ ഈ സമയങ്ങളിൽ എന്തുണ്ടാവും? മഞ്ഞുവീഴ്ച ഉണ്ടാകും. എന്നാൽ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയുടെ, ദക്ഷിണേന്ത്യയുടെ പ്രദേശങ്ങളിൽ ഇതുപോലെ സമുദ്ര സാമീപ്യം ഉള്ളത് കൊണ്ട് തന്നെ തീവ്രമായ ശൈത്യകാലം അനുഭവപ്പെടുന്നില്ല. തെളിഞ്ഞ ആകാശവും മിതമായ സൂര്യപ്രകാശവും ഇളം കാറ്റും കുറഞ്ഞ മഴയുമുള്ള സുഖപ്രദമായ കാലാവസ്ഥയാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ശൈത്യകാലങ്ങളിലെല്ലാം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലായിട്ട്, വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ പറയുന്നത് തമിഴ്നാടിൻ്റെയും അവിടുന്ന് അങ്ങോട്ട് മേലോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ എന്തുണ്ടാവും? ഉച്ചമർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഒരു കാറ്റ് രൂപം കൊള്ളും. വടക്ക് കിഴക്കൻ കാറ്റ് രൂപം കൊള്ളും. ഇവ ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ തമിഴ്നാട് തീരപ്രദേശത്തൊക്കെ എന്തുണ്ടാക്കുമെന്നാണ് പറയുന്നത്? കനത്ത മഴയ്ക്ക് കാരണമാക്കും. ഇന്ത്യയിൽ ശൈത്യകാലമായിരിക്കുമ്പോൾ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിന് മുകളിലായിരിക്കും. ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ശൈത്യകാലമായിരിക്കുമ്പോൾ സൂര്യൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ദക്ഷിണാർദ്ധഗോളത്തിന് മുകളിലായിട്ടായിരിക്കും എന്തുണ്ടാവുക? സൂര്യൻ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് നമുക്ക് ശൈത്യകാലത്തെക്കുറിച്ച് പറയുന്നത്. ശൈത്യകാലം എന്ന് പറയുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ്. ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് ചെറിയ ചൂടുണ്ടാവും, രാത്രി സമയത്ത് കനത്ത മഴയുണ്ടാവും. സമുദ്ര സമീപം ഇല്ലാത്ത സ്ഥലങ്ങളിൽ, സിംല, ഡാർജിലിംഗ് പോലെയുള്ള ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ എന്താ ഉണ്ടാവുക എന്ന് പറയുക? ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാവുമെന്ന് പറഞ്ഞു. തെളിഞ്ഞ ആകാശമായിരിക്കും, മിതമായ സൂര്യപ്രകാശമായിരിക്കും, ഇളം കാറ്റായിരിക്കും, കുറഞ്ഞ മഴയായിരിക്കും, എല്ലാം കൊണ്ടും ഒരു നല്ല കാലാവസ്ഥയായിരിക്കും ഈ ശൈത്യകാലങ്ങളിൽ ഉണ്ടാകുക. എന്നാൽ ഈ ശൈത്യകാലങ്ങളിൽ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ ഉച്ചമർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഒരു കാറ്റ് രൂപം കൊള്ളും. ആ കാറ്റ് തമിഴ്നാട് അല്ലെങ്കിൽ ഈ വടക്ക് കിഴക്ക് തീരപ്രദേശങ്ങളിലായിട്ട് കനത്ത മഴ നൽകുമെന്ന് പറഞ്ഞു. ഈ സമയങ്ങളിൽ സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിന് മുകളിലായിരിക്കും ശൈത്യകാലങ്ങളിൽ സൂര്യൻ എന്ന് പറയുന്നത്. അടുത്തത് ഉഷ്ണകാലം. ഉഷ്ണകാലം കാണപ്പെടുന്നത് എപ്പോഴാണ്? മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിട്ടാണ് ഉഷ്ണകാലം കാണപ്പെടുന്നത്. ആ സമയത്ത് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിന് മുകളിൽ ആയിരിക്കും. അപ്പോൾ നേരത്തെ ദക്ഷിണാർദ്ധഗോളത്തിന് മുകളിലായിരിക്കും എന്ന് പറഞ്ഞു. ശൈത്യകാലമാകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിന് മുകളിലായിരിക്കും, ഉഷ്ണകാലമാകുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിന് മുകളിലായിരിക്കും സൂര്യൻ ഉണ്ടാവുക. ഈ സമയങ്ങളിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ നല്ല ചൂടായിരിക്കും. 50 ഡിഗ്രി സെൽഷ്യസ് വരെ അവിടെ ചൂട് ഉണ്ടാകും. ഇത് താർ മരുഭൂമി മുതൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വരെ ഒരു ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളുന്നതിന് കാരണമാക്കുകയും ചെയ്യും. ഈ സമയങ്ങളിൽ, ഈ ഉഷ്ണകാലങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളായ പഞ്ചാബ്, ഹരിയാന, പൂർവ്വ രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ ഒരു പഴുത്ത വരണ്ട ഉഷ്ണക്കാറ്റുണ്ടാകും. ആ ഉഷ്ണക്കാറ്റിൻ്റെ പേരാണ് ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ലൂ എന്ന ഉഷ്ണക്കാറ്റ് എവിടെയാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഉണ്ടാവുക? പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാന്, പൂർവ്വ രാജസ്ഥാന്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഈ ചുട്ടുപഴുത്ത
ഉഷ്ണ കാറ്റുണ്ടാവുന്നത്. അതിൻ്റെ പേരാണ് ലൂ എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ പ്രാദേശികമായി ഉണ്ടാവുന്ന സംവഹന പ്രവാഹങ്ങളിൽ നിന്ന് ഇടിമിന്നലോട് കൂടിയ പേമാരിയും ആലിപ്പഴ വീഴ്ചയും ഉണ്ടാവും. നമ്മൾ ഇതിൽ മുന്നത്തെ ക്ലാസ്സിൽ എന്താണ് ആലിപ്പഴം എന്ന് പഠിച്ചിട്ടുണ്ട്. ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാന്റെ പടിഞ്ഞാറ് അതിരിലുള്ള ബാർമർ എന്ന സ്ഥലത്താണ്. എവിടെയാണ്? ബാർമർ എന്ന സ്ഥലത്താണ്. 55 ഡിഗ്രി വരെ അവിടെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉഷ്ണകാലം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ സമയത്ത് സൂര്യൻ എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളത്തിന് മുകളിലായിട്ടായിരിക്കും ഉണ്ടാവുക. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ഉഷ്ണകാലം ഇന്ത്യയിൽ ഉണ്ടാവുക. 50 ഡിഗ്രി വരെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ 50 ഡിഗ്രി വരെ ചൂട് ഉയരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും താർ മരുഭൂമി മുതൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വരെ എന്തുണ്ടാവും? ഒരു ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളും. അതുപോലെ ലൂ എന്ന ഉഷ്ണക്കാറ്റ് വീശും. എവിടെയൊക്കെയാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ, പ്രത്യേകിച്ച് രാജസ്ഥാന്, പൂർവ്വ രാജസ്ഥാന്, ഹരിയാന, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ലൂ എന്ന ഉഷ്ണക്കാറ്റ് വീശും. പ്രാദേശികമായി ഉണ്ടാവുന്ന സംവഹന പ്രവാഹങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ പേമാരിയും ആലിപ്പഴ വീഴ്ചയും ഉണ്ടാവാറുണ്ട്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ബാർമർ എന്ന സ്ഥലത്താണ്. 55 ഡിഗ്രി വരെ അവിടെ ചൂടുണ്ടാവാറുണ്ട്. അടുത്തത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണ് നമ്മൾ ഈ ക്ലാസ് ഒരുപാട് തവണ എടുത്തിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്കെ പറഞ്ഞിട്ടല്ലേ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ പ്രത്യേകത എന്താണ്? ഇത് അനുഭവപ്പെടുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. എവിടെയാണ്? ഏത് സമയത്താണ്? ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥ ഉണ്ടാവാറുള്ളത്. ഇത് എല്ലാ ഭാഗത്തും, ഇന്ത്യയിൽ എല്ലായിടത്തും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ വീശുന്ന തെക്ക് കിഴക്കൻ വാണിജ്യവാദവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വീശുന്ന തെക്കു കിഴക്കൻ വാണിജ്യവാദവുമായിട്ടാണുള്ളത്. തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ വീശുന്ന മൺസൂൺ കാറ്റിനെ ഇന്ത്യൻ ഉപദ്വീപ് 2 ശാഖകളായി വേർതിരിക്കും. ഇന്ത്യൻ ഉപദ്വീപ് എന്താക്കും? 2 ശാഖകളായി വേർതിരിച്ചിട്ട് ഒന്ന് അറേബ്യൻ ശാഖ എന്നും പറയും. അത് നമുക്കറിയാലോ, ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയല്ല, അതിന് ഒന്നിനെ അറേബ്യൻ ശാഖ പറഞ്ഞിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്കും, രണ്ടാമത്തേന് ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ന് പറഞ്ഞിട്ട് കിഴക്കൻ തീര സമതലങ്ങളിലേക്കും, അതുപോലെ ഉത്തര മഹാസമതല പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലേക്കും 2ആയി വേർതിരിക്കും. അപ്പോൾ ഈ അറേബ്യൻ ശാഖ പടിഞ്ഞാറൻ തീര സംസ്ഥാനങ്ങളിലും ബംഗാൾ ഉൾക്കടലിലും മഴ പെയ്യിക്കുന്നത് പോലെ ബംഗാൾ ഉൾക്കടൽ ശാഖ കിഴക്കൻ തീര സമതലങ്ങൾ, ഉത്തര സമതല പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വ്യാപകമായ മഴ നൽകും. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്ന് പറയുന്നത്. ഇടയ്ക്ക് വന്ന കാലൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇടവപ്പാതി, കാലവർഷം എന്നറിയുന്നത് എന്തിനെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ് ഇടവപ്പാതി എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയിലും മധ്യപ്രദേശിലും മിതമായിട്ടുള്ള മഴയാണ് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നൽകുന്നത്. ഈ അറേബ്യൻ മൺസൂൺ ശാഖ നൽകുന്നത് എവിടെയാണ്? ഡെക്കാൻ പീഠഭൂമിയിലും മധ്യപ്രദേശിലൊക്കെ മിതമായ മഴയാണ് നൽകുന്നത്. ഇത് ഗംഗാ സമതലത്തിൽ വെച്ചിട്ട് ബംഗാൾ ഉൾക്കടൽ മൺസൂൺ ശാഖയുമായി ചേരും. അറേബ്യൻ ശാഖ രാജസ്ഥാനിൽ എത്തുമ്പോൾ ഈ കാറ്റിന്റെ ജലാംശം ഗണ്യമായി കുറഞ്ഞിരിക്കും. കാരണം നമുക്കറിയാലോ, താഴെ നിന്ന് മേലോട്ട് പോകല്ല. അപ്പോൾ അതിൻ്റെ ജലാംശം എന്തായും? ഗണ്യമായി കുറഞ്ഞിരിക്കും. ഈ കാരണത്താലാണ് ഈ പ്രദേശങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും മഴ കുറഞ്ഞ പ്രദേശങ്ങളായി നിൽക്കാൻ കാരണം. ഏത് പ്രദേശങ്ങൾ? രാജസ്ഥാനിൻ്റെ പ്രദേശങ്ങളൊക്കെ മഴ കുറവായിരിക്കാനുള്ള കാരണം അതാണ്. നമ്മൾ അറബിക്കടൽ ശാഖയെ കുറിച്ചിട്ടാണ് അല്ലെ പറഞ്ഞത്, അറേബ്യൻ കടൽ ശാഖയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതുപോലെ തെക്ക് കിഴക്കൻ ദിശയിൽ നിന്നും ബംഗാൾദേശിലേക്കും പശ്ചിമ ബംഗാളിലേക്കും പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ത് ചെയ്യും എന്നാണ് പറയുന്നത്? വീണ്ടും 2ആയി പിരിഞ്ഞിട്ട് ഇതിലൊരു ശാഖ ബ്രഹ്മപുത്ര സമതലങ്ങളിലേക്ക് പ്രവേശിക്കും. വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ ശക്തമായ മഴ നൽകും. അതുപോലെ മേഘാലയ, ഖാസിഗാരോ, ജയന്ത കുന്നുകൾ ഈ ശാഖയെ തടഞ്ഞു നിർത്തിയിട്ട് ആ പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകും. ഈ പ്രദേശങ്ങളിലാണ് ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നീ സ്ഥലങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. ഇതിൽ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ ശാഖ പറഞ്ഞപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ, ജൂൺ ടു സെപ്റ്റംബർ മാസം വരെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഇടവപ്പാതി കാലവർഷം എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ഉത്ഭവം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ വീശുന്ന തെക്ക് കിഴക്കൻ വാണിജ്യവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു.
അതുകൂടാതെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വീശുന്ന ഈ കാറ്റിനെ ഇന്ത്യൻ ഉപദ്വീപ് 2 ശാഖയായി തിരഞ്ഞെടുക്കുക. അറേബ്യൻ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ പറഞ്ഞു. അറേബ്യൻ ശാഖ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്? കേരളത്തിൽ മഴ നൽകും. അതിനുശേഷം അത് ഡെക്കാൻ പീഠഭൂമിയിലും മധ്യപ്രദേശിലൊക്കെ ചെറുതായി മഴ നൽകിയിട്ട് രാജസ്ഥാൻ എത്തുമ്പോഴത്തേനും അതിലത്തെ ജലാംശം ഗണ്യമായി കുറയും. അതുകൊണ്ടാണ് അവിടെ വരണ്ട പ്രദേശമാവുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ബംഗാൾ ശാഖ എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ പറഞ്ഞത്? അത് പശ്ചിമ ബംഗാൾക്കും ബംഗ്ലാദേശിലേക്കൊക്കെ പ്രവേശിച്ചിട്ട് വീണ്ടും 2ആയി പിരിഞ്ഞിട്ട് ഒന്ന് ബ്രഹ്മപുത്ര സമതലങ്ങളിൽ പ്രവേശിച്ച് വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്ക്കും. അതുപോലെ മേഘാലയ, ഖാസിഗാർ, ജയന്തിയ കുന്നുകൾ ഈ കാറ്റിനെ തടഞ്ഞു നിർത്തിയിട്ട് അവിടെ ശക്തമായ മഴ നൽകും. ആ ഭാഗങ്ങളിലാണ് ചിറാപുഞ്ചി, മൗസിൻഡ്രം എല്ലാം ഉള്ളത് എന്ന് പറഞ്ഞു. അടുത്തത് വടക്ക് കിഴക്കൻ മൺസൂൺ. വടക്ക് കിഴക്കൻ മൺസൂൺ എപ്പോഴാണ്? നമ്മൾ സെപ്റ്റംബർ വരെ എന്നല്ല പറഞ്ഞത്, ജൂൺ ടു സെപ്റ്റംബർ വരെ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ ജൂൺ ടു സെപ്റ്റംബർ വരെയെന്ന് പറഞ്ഞാൽ അടുത്തത് ഏത് മുതൽ ഏത് വരെ ആയിരിക്കാം? ഒക്ടോബർ ടു നവംബർ വരെ. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് എന്തുണ്ടാവുന്നത്? വടക്ക് കിഴക്കൻ മൺസൂൺ ഉണ്ടാവുന്നത്. ഉത്തരായന കാലത്ത് വടക്കോട്ട് മുന്നേറുന്ന മൺസൂൺ കാറ്റുകൾ ദക്ഷിണായന കാലത്ത് എന്ത് ചെയ്യും? തെക്കോട്ട് നീങ്ങും. ഉത്തരായന കാലത്ത് എവിടേക്കും പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു? വടക്കോട്ട് പോകും. അതുപോലെ ദക്ഷിണായന കാലത്ത് അത് എന്ത് ചെയ്യും? തെക്കോട്ട് വരും. ഇത് മൺസൂണിന്റെ പിൻവാങ്ങൽ എന്ന് പറയും. നമ്മൾ അറിയാമല്ലേ, വടക്ക് കിഴക്കൻ മൺസൂണിനെ നമ്മൾ മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നും കൂടി പഠിച്ചിട്ടുണ്ട്. ഇത് മഴക്കാലത്തിനും അതുപോലെ ശൈത്യകാലത്തിനും. നവംബർ കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഡിസംബറാണ്. ഡിസംബർ എന്താ വരുന്നത്? ശൈത്യകാലം വരുന്നത്. ഈ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു കാലാവസ്ഥ എന്നാണ് എന്തിനെ? വടക്ക് കിഴക്കൻ മൺസൂണിനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഇന്ത്യയിൽ തെളിഞ്ഞ ആകാശവും ഉയർന്ന ഊഷ്മാവും ഒക്കെയാണ് ഈ സമയങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഈ സമയങ്ങളിലാണ് ഒക്ടോബർ ചൂട് എന്നുള്ള ഒരു പ്രതിഭാസം അനുഭവപ്പെടുന്നത്. ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടത്തിലാണ്. എന്താണ് ഒക്ടോബർ ചൂട് എന്നുള്ള ഒരു പ്രതിഭാസം അനുഭവപ്പെടുക? എന്താണ് ഈ ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത്? ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാലഘട്ടങ്ങളിൽ ഉയർന്ന താപനിലയും ആർദ്രതയും പകൽ സമയങ്ങളിൽ ഒരുപാട് കൂടുതലായിരിക്കുക. അതിനെയാണ് ഈ ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത്. ഉയർന്ന താപനിലയും ആർദ്രതയും പകൽ സമയങ്ങളിൽ ഒരുപാട് കൂടുതലായിരിക്കുക. അത് ഒരുപാട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും, ദുഷ്കരമാക്കുന്ന രീതിയും കൂടിയായിരിക്കുക. അതുകൊണ്ടാണ് ഇതിനെ ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത്. ഇത് ഒക്ടോബറിന്റെ പകുതിയോടുകൂടി എന്ത് ചെയ്യും? പെട്ടെന്ന് കുറയുകയും ചെയ്യും. വടക്കേ ഇന്ത്യയിൽ ശീതകാലം തുടങ്ങുകയും ചെയ്യും. ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ലഘുമർദ്ദ മേഖലാ ചക്രവാതങ്ങൾക്ക് ഇവ കാരണമാക്കുന്നുണ്ട്. കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ വടക്കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയും നൽകുന്നുണ്ട്. ഈ വടക്കു കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. ഈ മഴ ജനനിബിഡമായ ഗോദാവരി, കൃഷ്ണ, കാവേരി ഡെൽറ്റ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ കൂടി വടക്ക് കിഴക്കൻ മൺസൂൺ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒക്ടോബർ നവംബറാണ് മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള അവസ്ഥയാണ് ഇത് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. തെളിഞ്ഞ ആകാശമായിരിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ എന്ത് പറഞ്ഞു? ഒക്ടോബർ ചൂട് എന്നുള്ള ഒരു പ്രതിഭാസം ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉയർന്ന താപനിലയും ആർദ്രതയുമായിരിക്കും പകൽ സമയങ്ങളിൽ. അതിനെയാണ് ഒക്ടോബർ ചൂട് എന്ന് പറയുന്നത് പറഞ്ഞു. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നത് ഈ സമയങ്ങളിലാണ് എന്ന് പറഞ്ഞു. ലഘുമർദ്ദ മേഖലാ ചക്രവാതങ്ങൾ രൂപം കൊള്ളാൻ കാരണമാകുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ കിഴക്കൻ പ്രദേശങ്ങളിൽ വ്യാപകമായ മഴ നൽകുന്നുണ്ട്. അവിടെ അതുകൊണ്ട് തന്നെ ഈ ഗോദാവരി, കൃഷ്ണ, കാവേരി ഡെൽറ്റ പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാക്കും. കേരളം, കർണാടക, തമിഴ്നാട് പ്രദേശങ്ങളിലും ഈ സമയങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇന്ത്യയിൽ നമ്മൾ പരമ്പരാഗതമായി പഠിച്ചു പോകുന്ന കുറച്ച് ഋതുക്കളുണ്ട് അല്ലേ. നമ്മളിപ്പോൾ പ്രധാനമായി 4 ഋതു പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ശൈത്യകാലം പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം ഉഷ്ണകാലം പറഞ്ഞു, അത് കഴിഞ്ഞ ശേഷം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പറഞ്ഞു, വടക്ക് കിഴക്കൻ മൺസൂൺ പറഞ്ഞു. ശൈത്യകാലം എന്ന് പറയുന്നത് എപ്പം മുതലാണെന്ന് പറഞ്ഞാൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് പറഞ്ഞു. ഫെബ്രുവരി കഴിഞ്ഞാൽ അടുത്ത മാർച്ച്, ഏപ്രിൽ, മെയ് എന്ന് പറയുന്നത് ഉഷ്ണകാലമാണ്. മെയ് കഴിഞ്ഞാൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. അത് കഴിഞ്ഞാൽ ഒക്ടോബർ, നവംബർ എന്ന് പറയുന്നത് വടക്ക് കിഴക്കൻ മൺസൂണാണെന്ന് പറഞ്ഞു. അല്ലാതെ നമ്മൾ 6 ഋതുക്കൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കാലാവസ്ഥ ശാസ്ത്രമൊക്കെ പുരോഗമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ കാലാവസ്ഥയെ 6ആയി തരംതിരിച്ചിട്ടുണ്ടായിരുന്നു.
അതാണ് ഈ വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം എന്ന് പറയുന്നത്. വസന്തം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് വസന്തം തുടങ്ങുന്നത്. നമുക്കറിയാം അത് ചൂട് കാലം ആണ് അല്ലേ. മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ നമ്മൾ ഉഷ്ണകാലത്തിൽ പെടുത്തിയിട്ടുള്ളതാണ് അല്ലേ. വസന്തം എന്താണ്? മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും ഗ്രീഷ്മം മെയ് ജൂൺ മാസങ്ങളിലും വർഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും ശരത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ഹേമന്തം നവംബർ ഡിസംബർ മാസങ്ങളിലും ശിശിരം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുമാണ്. അപ്പോൾ ഇതിങ്ങനെ വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം എന്നുള്ള ഓർഡറിൽ പഠിച്ചു വയ്ക്കുക. മാർച്ച് ഏപ്രിലാണ് സ്റ്റാർട്ടിംഗ് എന്നും പഠിച്ചാൽ രണ്ട് മാസങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേഗം ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം എന്നിവയാണ് നമ്മുടെ പരമ്പരാഗത ഋതുക്കൾ എന്ന് പറയുന്നത്. വസന്തം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും, ഗ്രീഷ്മം മെയ് ജൂൺ മാസങ്ങളിലും, വർഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലും, ശരത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും, ഹേമന്തം നവംബർ ഡിസംബർ മാസങ്ങളിലും, ശിശിരം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. കാലാവസ്ഥയെക്കുറിച്ചിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ്. കുറച്ച് ഓർത്ത് വയ്ക്കാനുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ബൈ.